വാട്സ്ആപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് പാൽവേൾഡ് പോലെ തന്നെ വേറൊരു ഗെയിമാണ് അമിക്കിൻ സർവൈവൽ. ഇതിലും ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാൻ നോക്കിയായിരുന്നു, പക്ഷേ അതിൽ കുറച്ച് വിഷയങ്ങൾ വന്നു ഗൈസ്. അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് അത് ഇട്ടിട്ടില്ല. അതാ കണ്ടോ, എൻ്റെ കയ്യിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഇത് പിടിക്കുന്നതല്ല ഗൈസ്, ഇത് പിടിക്കുന്നതല്ല. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിലിങ്ങനെ ഒരു അറ്റാക്കിങ് സാധനം ഉണ്ടാവും. നമുക്ക് നമുക്ക് എടുത്തിട്ട് ഓക്കെ പ്ലേസ് ഹിയർ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ സെറ്റ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. ഇത് നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ക്യാൻസൽ. എനിക്ക് പാക്സ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ബിൽഡ് പോയാലോ? നമ്മളിവിടെ വേറൊരു എക്വിപ്മെന്റ് വർക്ക് ബെഞ്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഇനി എനിക്ക് ചെയ്യാൻ പറ്റും. ഓ നൈസ്. നമുക്ക് ഡ്രസ്സ് കൂരി മാറ്റാൻ പറ്റുമോ ഇപ്പോൾ? പറ്റി. സോ കുറച്ച് ദിവസം ഇങ്ങനെ നടക്കട്ടെ. അയ്യേ, എൻ്റെ ലുക്ക് തന്നെ പോയത്. നമുക്ക് ഇതിന് പേര് കൊടുക്കാൻ പറ്റുമോ? ബാഗിൽ നിന്ന് എടുത്ത ഡ്രസ് ഇടി. ഇതെന്താണ് ഡിലീറ്റ്? ക്യാൻസൽ. ഡിലീറ്റ് ചെയ്യണ്ട. വാ, ഇതിനേക്കാളും നല്ല ക്യൂട്ടല്ലേ ഗൈസ്? യെസ്, നമുക്ക് പിടിക്കാൻ പറ്റുന്ന സാധനം കിട്ടി. ഓ യെസ്, അടിച്ചു കൊല്ലവനെ. പോള് ത്രോ ചെയ്യടാ. കിട്ട് 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 കിട്ട്. യെസ് യെസ്, പറ്റും. യെസ്, പുതിയ ആള് ക്യാച്ചായി. യെസ് ഗൈസ്, ദിസ് ഈസ് ദ മൊമെന്റ്. സോ നമുക്കിനി ഫൈറ്റർ ഇവളെ ആക്കാൻ പറ്റും. ഓക്കെ നമുക്കിനി ഇവളെ ഇറക്കി വിടാൻ പറ്റും തോന്നുന്നു. ഓക്കെ ഗൈസ്, രണ്ടെണ്ണം ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഇതെന്താണ്? സാവഞ്ചർ ക്ലബ്ബ്. 2 വർക്ക് ബെഞ്ച് ഒരുമിച്ച് നമുക്ക്. സോ നമുക്കിനി എപ്പോൾ വേണേലും പാൽസിനെ മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. ഇതിൽ പാൽ ബോക്സ് ഒന്നും വേണ്ട ആവശ്യമില്ല. 1 2 3 4 5 6 7 8 9 10 12 13 14 15 15 16 17 18 19 20 21 22 23 24 25 പേര് ഒരേ സമയം നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റും. സോ നമുക്കിതൊക്കെ പൊളിക്കാൻ പറ്റും തോന്നുന്നു. അറിയില്ല.
നമുക്ക് കുറച്ച് മെറ്റൽ വേണം. മെറ്റലിന് വേണ്ടി നമുക്ക് സെർച്ച് ചെയ്യണം ഗൈസ്. നോ ഇന്നഫ് അമിഡീസ് എന്നാണ് ഇതിന് പറയുക. നമുക്ക് അമിഡീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇറ്റികളെ പിടിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ കളക്ട് ചെയ്യണം നമുക്ക്. ഓക്കെ, ഇത് വെച്ചാക്കാൻ പറ്റില്ല. പിക്കാക്സ് തന്നെ വേണം. പിക്കാക്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പിന്നെ അൺലോക്ക് അറ്റ് ലെവൽ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നീ എൻ്റെ കൂടെ വാ. സോ എൻ്റെ കയ്യിലിപ്പോൾ 2 ഇതുള്ളതുകൊണ്ട് ഒരു വിഷയമല്ല ഗൈസ്. എനിക്ക് പാൽസിന് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ പറ്റും. ഫ്ലഫേറ്റിന് ആക്കട്ടെ. ഓക്കെ, ഫ്ലഫേറ്റിന് ആക്കി ഇട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, പിസ്റ്റളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. വോ, ഇതിനൊന്നും അൺലിമിറ്റഡ് ആമോ ആണെന്ന് തോന്നുന്നു ഇതിനൊക്കെ. എനിക്കറിയില്ല. അറ്റാക്ക് റേഞ്ച് ഓക്കെ, കൊള്ളാം. ഇതെല്ലാം അടിപൊളി. നമുക്ക് ഇതിൽ നാക്കടയിൽ മെറ്റലും വുഡും മതി. നമുക്ക് എന്നാൽ ഒരു സാവേഞ്ചർ ബോ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് മെറ്റൽ മാത്രം കളക്ട് ചെയ്താൽ മതി. നമുക്ക് മെറ്റൽ കളക്ട് ചെയ്യാൻ വേണ്ടി വിടാം. നമുക്ക് ഇതിൻ്റെ ചാടാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ലെവൽ 2 ആണ്. ഇങ്ങോട്ടോ ലോഡായിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എസ്കേപ്പ് ആണ് ഇവിടുന്ന്. തിരിച്ചെൻ്റെ വേൾഡിലോട്ട് പോട്ടെ. ഞാനെല്ലാം ബിൽഡ് ചെയ്ത ഏരിയയിലോട്ട്. ഓക്കെ, വുഡ് നമുക്ക് ആവശ്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലഫേറ്റ് എപ്പോഴും ഇപ്പം എന്തായാലുണ്ട്. സോ നിങ്ങൾ പറ, ഫ്ലഫേറ്റിന് വേണോ മറ്റേ ആ വാട്ടർ പാലാണോ? അത് നിങ്ങളെന്തായാലും കമൻറ്റ് പറ. എക്വിപ്മെൻ്റ് ബെഞ്ച്, ഇതൊക്കെ നമുക്ക് കിട്ടും. ഇല്ല, എന്താണ് ബെസ്റ്റ്? നമ്മളിപ്പോൾ ലെവൽ 2 ആണ് ഏകദേശം. ഇതെന്താണ് നമുക്ക് കിട്ടാത്തത്? നമുക്ക് ലെവൽ 11 വരെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, ബൈനോ കൊടുക്കാം. വേണ്ട. സോ എൻ്റെ കയ്യിലിപ്പോൾ കറണ്ട് എത്ര ഇതെന്തിനാണ് ഇങ്ങനെ വേറെ നാളെണ്ണുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ. സോ ഇവന് അത്യാവശ്യം ബസ്സുണ്ട്. നമുക്ക് ഷൂസ് ഒരുക്കാം. ഷൂസ് കയറിയിട്ട് കല്ലിന് നടന്നാൽ ഇവന് വേണ്ടിയില്ല. ഇവനെന്ത് അയൺമാനാ? ചെരുപ്പ് ഉരുട്ടിട്ട് ടൂൾസ് നടത്തിട്ട് പോലും കാല് മുറിയുന്നില്ല. ഫ്ലഫേറ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന മെയിലാട്ടോ. എൻ്റെ ആക്സിൻ്റെ പണി നല്ലോണം തീരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഞെക്കി പിടിച്ചെടുത്താൽ മതി. ഇത് പോയി അടിച്ചോളുന്നുണ്ട്. ഇതെന്താണ്? ഓ, ഇതെനിക്ക് ഇത് തരും ഗൈസ്, ഷീൽഡ്. ഞാനിതിനെ കൊല്ലാണ് ഗൈസ്. ഓ, എനിക്ക് ഈ സാധനം കിട്ടി ഇതിനെ കൊന്നപ്പോൾ. സോ ഇവറ്റകളെ കൊന്നാൽ മതി, നമുക്ക് സാധനം കിട്ടിക്കോളും.
സോ നല്ല ഓഗിൾ പഫ് എന്നാണ് അതിൻ്റെ പേര്. ഫ്ലഫിറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു ബാറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വീണ്ടും കിട്ടി ഗൈസ് ഈ സാധനം. ഇത് രണ്ടും ഒന്നല്ലേ, സോ ഇങ്ങനെ കളിച്ചു. നമുക്കിത് പാൽസിനെ കൊല്ലുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഓ യെസ്, ഫൈനലി നമുക്ക് അമിഡീസ് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിറയെ പാൽസിനായി പിടിക്കുന്നു. നമുക്ക് പാലെന്ന് വിളിക്കണോ പോക്കിമോന്ന് വിളിക്കണം? ഞാനിവനെ ഇതറിന് പിടിക്കുന്നു. എനിക്ക് വരാണോ ബോളറി? വാ 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 വാ, പ്ലീസ് പ്ലീസ് പ്ലീസ്. നിനക്ക് പറ്റും, നിനക്ക് പറ്റും. യെസ് 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 യെസ്, കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, കൺഫേം. സോ എൻ്റെ ബേസ് എവിടെയായിരുന്നു ഉള്ളത്? ഞാൻ എവിടെയായിരുന്നു ബേസ് വെച്ചിരുന്നത്? ഇത്രയും വലിയ മാപ്പാണ്. എൻ്റെ ബേസ് എവിടെയാണ്? അത് കാണാൻ പറ്റണമായിരുന്നു. ഓ, ഇവനെനിക്കിനി അടിക്കാൻ പറ്റും. ഇല്ല, പറ്റൂല. നമുക്ക് നമ്മുടെ ആൾക്കാരെ തന്നെ കൊല്ലാൻ പറ്റൂല. ഓക്കെ, കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഹെൽത്തൊക്കെ കുറഞ്ഞ ഹീൽ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഫ്രൂട്ട് ബെറി 2 കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡിലാണ് ഇവിടെ ഓടുന്നത്. ഷൂസ് എടുത്തിരുന്നോ? അയ്യോ, സ്ഥലം മാറിപ്പോയി. ഓക്കെ, എനിക്ക് കൈ മതി എല്ലാം ഇടിച്ചു പൊളിക്കാൻ. നിറയെ സാധനം ഞാൻ എടുക്കുന്നുണ്ട്. ബാഗ് ചുറ്റും നിറഞ്ഞുണ്ടാവുമോ? ഓക്കെ, ഓൾ സെറ്റാണ്. ഓഗി പഫിൽ ഞാൻ കയറ്റിയിട്ടുണ്ട്. ഓ വൗ, ആ മുട്ട എനിക്ക് കിട്ടും. അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും എടുത്ത് കയ്യിലോട്ട് വെച്ചേക്കാം. ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ചെറുതായിട്ട് മറ്റേ അങ്ങനത്തെ സൗണ്ടൊക്കെ. സോ നമുക്കിത് നമ്മുടെ ബേസിലോട്ട് എങ്ങനെയെങ്കിലും എത്തണം. ഈ ഓഗ്ലി പഫിന് എനിക്കിഷ്ടമല്ല ഗൈസ്. നമ്മളുണ്ടല്ലോ വെറുതെ പോകുന്നതായിരിക്കും, ഒരു കാര്യമില്ലാണ്ട് നമ്മളെ മുഖത്തോട്ട് എടുത്തിട്ട് തുപ്പും. അതാണ് ഓഗി പഫിൻ്റെ സ്വഭാവം ഗൈസ്. എന്ത് പറയാ? അയ്യോ, തുപ്പല്ലടാ, പോടാ. തുപ്പുന്ന് ഇവരെന്നെ തുപ്പുന്നു ഗൈസ്. അയ്യോ, തുപ്പല്ലടാ, പോടാ. തുപ്പല്ലേ തുപ്പല്ലേ രാജകുമാരനെ, തുപ്പല്ലേ. എൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇനി എൻ്റെ കൂടെ ഓഗി പഫിനെ ഞാൻ കൊണ്ടുപോകും. അടിയടാവനെ, എന്നെ അടിച്ച് നീ അടിച്ച് കൊല്ലാവനെ. ഓഗ്ലി പഫ് വേഴ്സസ് ഓഗ്ലി പഫ്, ആര് ജയിക്കും നോക്കാം. ഞാൻ എൻ്റെ പാരൻസിനും നോക്കാം. കൺഫേം. ഞാൻ ഡെഡാവുമെന്നൊരു ഡൗട്ടുണ്ട്. അയ്യോ, ഓടിക്കോ.
ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ പോകുന്ന നമ്മളെ എടുത്തിട്ടായിരിക്കും യോഗി പശു. അതാണ് വിഷയം. എനിക്ക് ഓഗ്ലി പഫിന് ഒരു വസ്തുവിന് ഇഷ്ടമല്ലാത്തതിന് കാരണം അത് തന്നെയാണ്. ഫ്ലഫേറ്റ് അത്രയ്ക്ക് വിഷയമില്ലാത്തൊരു പാവാണ്. ഫ്ലഫേറ്റ് ഉണ്ടോ നമ്മളെ കണ്ടാൽ പേടിച്ചോടും. അത് അത്ര വലിയ വിഷയമില്ല. ഓക്കെ, സെറ്റ് ബിൽഡ് ചെയ്യാം. നമുക്കിവിടെ ഒരു ബെഡ് ബിൽഡ് ചെയ്യണം. മെറ്റലാണ് വിഷയം. നമുക്ക് മെറ്റലില്ലാണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റൂല ഇത് ബെഡ്. ഓക്കെ, ഇതെന്താണ് ശരിക്കും? ഓക്കെ, ഞാൻ എൻ്റെ സ്വിമാൻഡറിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം പണിയെടുക്കും സ്വിമാൻഡർ. എന്താണ് ഇത് വെച്ചെന്താണ് ഗുണം ഗൈസ്? ഇതെന്താണ് സാധനം? ഇതിലോട്ട് വല്ലതും എടുത്ത് വെക്കാൻ പറ്റുമോ? നമുക്ക് ഫൈറ്റേഴ്സ് നോക്കാൻ പറ്റും. നമുക്ക് ഫൈറ്റേഴ്സ് ഇല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. വാട്ട്? ബാഗ് ഓട്ടോമാറ്റിക്കലി എടുക്കുവേ? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ ഇതിൻ്റെ ലൈഫ് പറയുന്നതൊക്കെ ഇല്ല. ഇതാണ് ലാഭം. അയ്യോ, ഒരു കാര്യമില്ലാണ്ട് ഫ്ലഫേറ്റാണ് ഞാൻ പോയി അടിച്ച്. അയ്യോ, എന്നെ അവൻ ഇടിച്ചു കൊണ്ട് ഈ പെട്ടിയിലാക്കുമ്പോൾ ഉറപ്പാണ്. ഹീലേ വേറെ ഹീലേ ഇല്ല. ഞാൻ ഇപ്പോൾ ഡെഡാവുമായിരുന്നു. ഞാൻ ഉപയോഗിച്ചില്ലേ. ഈ വൃത്തികെട്ട ഓഗ്ലി പഫ് വൃത്തികെട്ട സാധനങ്ങളാണ് ഈ ഓഗ്ലി പഫ്. എൻ്റെ പാലാണ്. നമുക്ക് എങ്ങനെയും കുറച്ച് പാലിനെടുത്തുക്കണം. നമ്മുടെ കയ്യിൽ മരിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പാലൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. നമുക്കിപ്പോൾ നോക്കാം. നമ്മളെന്തായാലും ഡെഡായില്ലേ? അല്ല പോട്ടെ, ഞാനിപ്പോൾ റിസ്ക് ആവും നോക്കിയോ. ഡെയിലി ഇപ്പോഴും പാൽസ് ഉണ്ട്. പാൽസ് ഒരു വിഷയമല്ല. ഞാൻ റീസ്പോൺ വന്നതിൻ്റെ തൊട്ടടുത്താണ് ഞാൻ എൻ്റെ ബേസും വെച്ചേക്കുന്നത്. അതാണ് വേറൊരു ഗുണം. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും. അയ്യോ, ഇതെന്താണ്? ഇതിൻ്റെ ലൈഫ് നല്ല പോയിക്കല്ലോ. ഇതെന്തായാലും പോവാനായി. ഇതിൻ്റെ ലൈഫും ഒന്നുമില്ല എന്ന് തോന്നുന്നു. നിറയെ വുഡ് വേണം നമുക്ക്. അയ്യോ, വഴിയെ പോയ ഫ്ലഫേറ്റിനെ ഞാൻ വെറുതെ അടിച്ചു. സ്വിമാൻഡർ അടിച്ചു കൊല്ലണം അവനെ. അടിച്ചു കൊല്ലവനെ. നിനക്ക് പറ്റും സ്വിമാൻഡർ. യെസ്, നമുക്ക് ഈ സാധനം കിട്ടി നിറയെ. വീണ്ടും ഇത് നമുക്ക് നിറയെ കിട്ടുന്നുണ്ട്. ഓക്കെ, സ്വിമാൻഡർ നമുക്ക് ഇരിക്കാൻ പറ്റും. നമുക്ക് നിറയെ വുഡൻ ലോഗ് എടുക്കാം. ഓക്കെ, ഈ കൺസോൾ കൊണ്ട് എന്താണ് ഗുണം എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇവനിന് മറ്റേ തീവെല്ലാം കത്തിക്കും. അമിഡീസസ് ഇല്ല എൻ്റെ കയ്യിൽ. ഇതിൽ വല്ല അമിഡീസസ് ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഇതാണ് വേണ്ടത്. ഒന്നെങ്കിൽ ഇത് വേണോ അല്ലെങ്കിൽ ഇത് വേണം. ഗണ്ണ് വേണം ഗൈസ് നമുക്ക്. ഇതിന് 6 എണ്ണം. അപ്പോൾ ഇതിന് 12 എണ്ണം. നമുക്ക് ഇതന്നെ മതി. 6 എണ്ണം വേണ്ടി വരും അതിന്. വേണ്ട, ഇത് വെച്ചിട്ട് എന്ത് കിട്ടാനാണ്?
അയ്യോ ഇതെങ്ങനെയാണ് പൂക്ക? അയ്യോ ഞാൻ വെറുതെ ഇതിന് കൊടുത്തു. ഞാൻ വെറുതെ ഇതിലോട്ടിട്ട് ബൈനോ. ഓക്കെ എന്തായാലും ഇപ്പം നിറയെ ഹീലിങ്ങിൻ്റെ ആയിട്ടുണ്ട്. ഓ ഇങ്ങനെ കാണുന്നതാണ് വർക്ക്. നമ്മുടെ ബേസ് ഒന്ന് ഉറപ്പിക്കാം നമുക്കിപ്പോൾ. നമുക്ക് ആദ്യം ഒരു അമിസൈഡീസ് കിട്ടട്ടെ. ഒരു ബെഡ് ബിൽഡ് ചെയ്യണം നമ്മുടെ ബേസിലായിട്ട് തന്നെ. ഓ മെറ്റൽ ഒരെണ്ണം പോലും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതാണ് ഒരു വിഷയം. Amikin has returned with the pocket. ഓ നമുക്കൊരു ബെഡ് ബിൽഡ് ചെയ്താൽ ഈ വർക്കേഴ്സിന് ഇറക്കി വിടാൻ പറ്റുള്ളൂ. കൺഫേം ഫ്ലഫിറ്റ്. സോ ഞാൻ ഇവനൊന്ന് ഇറക്കി കിട്ടുകയാണ്. ഇത് മേ ബി മരമൊക്കെ കിട്ടും. സോ ഞാനെന്തായാലും നമ്മുടെ അമിക്കൻ സർവൈവലിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഒരു 100 ആണ്. സോ എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുക. ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. പീസ് ഔട്ട്.